തേനീച്ചകൾ ഭക്ഷണം കൊണ്ടുവരുന്നത് മാത്രമേ നമ്മളുണ്ട്. തേൻ ശേഖരിച്ച് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മളെടുത്ത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഉണക്ക് കാലത്ത് പൂമ്പൊടിയും മറ്റ് പൂക്കളും ഇല്ലാത്ത സമയത്ത് തേനീച്ചകൾ എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്നും ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നാലാണ് നമ്മുടെ മാവേലിക്കര ഹോർട്ടികോർപ്പിൻ്റെ അവിടെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അകത്ത് വരുന്നത് കണ്ടുപോകാം. ഓക്കെ. 1/2 കിലോയ്ക്ക് 150 അല്ലേ? വൻതേൻ. ഹോർട്ടികോർപ്പ് കൃഷി വകുപ്പിൻ്റെ അമൃത് പാഷൻ ഫ്രൂട്ടുണ്ട്, ചക്കത്തേനുണ്ട്. ഈ ചക്കയും പാഷൻ ഫ്രൂട്ടും എല്ലാം സെയിം റേറ്റ് ആണോ? റേറ്റ് സെയിം ആണ്, പക്ഷേ തൂക്കത്തിൽ വ്യത്യാസം. 300 ഗ്രാം ചക്കയൊക്കെ സ്പെഷ്യൽ എല്ലാം 300 രൂപ. നോർമലി ഉള്ളത് മാത്രം 1/2 കിലോ അല്ലേ? ഓക്കെ. വില ഇതായിരിക്കും. അന്നില്ലേ സമയം ഹോർട്ടികോർപ്പ് അമൃത് തേൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടോ? ഇവിടെ കിട്ടും. കല്ലേലിൽ മാവേലിക്കര കല്ലിമേൽ. സോറി, കല്ലിമേൽ. ചെറുതൻ ഇല്ലല്ലോ? ഇല്ല, വൻതേ മാത്രമേ. ഹോർട്ടികോർപ്പിന്റെ ബി പാർക്ക്. ഹണി ബി പാർക്ക്. യെസ് ബോസ്. വൻതേനുകളാ. തേനീച്ചക്കുള്ള ഇഷ്ടം പോലുണ്ട്, നിരവധിയാണ്. ഹണി കല്ലിമേൽ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. കണ്ടോ? കേരള സർക്കാർ കാർഷിക വികസന ക്ഷേമ വകുപ്പ് ആട്ടോ ഓഫീസൊക്കെയാണ്. തേനീച്ചകളാണ് എല്ലാം. കണ്ടോ? ലവ് ബേസ്. തീറ്റ കൊടുക്കും. അടുത്ത് ചോദിച്ചു. അവർക്ക് തീറ്റ കൊടുക്കും അല്ലേ? അവർക്ക് തേൻ കൊടുക്കുന്ന തീറ്റയാ. ഉണക്ക സമയം തീറ്റയില്ലല്ലേ? അതാണോ തീറ്റ അവർക്ക് കിട്ടാത്തുണ്ടോ അപ്പം ഉണക്ക സമയത്ത്? അതിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചോളൂ അല്ലേ? കണ്ടില്ലേ? ആ തേൻ അവർ പഴയ തേൻ എടുത്താണ് ഉപയോഗിച്ചെടുക്കുന്നത്. അതവർ കഴിക്കും. ഒരാഴ്ച വരെ കണ്ട് ഇങ്ങനെ ഇരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് അത് കെട്ടി വെക്കും കേട്ടോ. ഉറുമ്പൊന്നും കയറാതെ കെട്ടി വെക്കും. അങ്ങനെ മണ്ടയ്ക്കൂടെ തുണി വെച്ചിട്ട്. കണ്ടില്ലേ? എന്നിട്ട് ഇതിനകത്ത് കരിയിലിടും കേട്ടോ. കരിയില കീറിയിടും. കരിയില കീറിയതെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഇറങ്ങി ഇത് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് നീന്തി കയറാൻ പറ്റാത്ത ചിറകളൊട്ടി ഒക്കെ ചത്തുപോകും. അതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കരിയിലിടുന്നത് കേട്ടോ. ഓക്കെ.